ശ്രീ ഷാഫി ചാലിയം ഇവിടെ CPM ഉന്നയിക്കുന്നത് മറ്റൊരു വിഷയം കൂടിയാണ്. പ്രതിഷേധ സമരം നടത്തുമ്പോൾ അതിൽ ബോംബിനെന്ത് കാര്യം എന്ന് DCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി. ഞങ്ങൾ സ്ഫോടക വസ്തു ഉപയോഗിച്ചില്ല എന്നൊക്കെ അവകാശപ്പെട്ടു. ആ കാര്യത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ഒരു പ്രതിഷേധം എങ്ങനെയാണ് ഈ തരത്തിൽ സംഘർഷത്തിലേക്ക്, കലാപത്തിലേക്ക്, ബോംബേറിലേക്കൊക്കെ വഴിമാറുന്നത്? പ്രതിഷേധിക്കാൻ വരുന്ന ആളുകൾ ബോംബും കൊണ്ടാണോ വരുന്നത്? അഭിലാഷേ, പേരാമ്പ്രയിലെ CKG കോളേജുമായി ബന്ധപ്പെട്ട് ആണ് വിഷയത്തിൻ്റെ പ്രഭവ കേന്ദ്രം. അവിടെ നമുക്കറിയാം, എത്രയോ കാലമായി മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ SFIയുടെ വലിയ ഒരു കോട്ടയായിരുന്നു അത്. അവിടെയാണ് KSU MSF സഖ്യം ഇത്തവണ വിജയിച്ചത്. സ്വാഭാവികമാണ്, കോളേജ് യൂണിയനിൽ വിജയിക്കുന്നവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് ഈ നാട്ടിൽ എല്ലായിടത്തും നടക്കുന്നതാണ്. അങ്ങനെ SFI ജയിച്ചെടുത്ത് അവർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ MSFും KSU ഒക്കെ നടത്തിയെടുത്ത് അവരും നടത്തിയിട്ടുണ്ട്. പക്ഷെ പേരാമ്പ്രയിൽ എന്താ സംഭവിച്ചത്? ആഹ്ലാദ പ്രകടനം നടത്താൻ മുന്നോട്ട് വന്ന MSF KSU പ്രവർത്തകരെ അതിന് അനുവദിക്കുന്നില്ല. അവർ തടയുകയാണ്. പോലീസ് ഒരു നിലക്കും അനുമതി കൊടുക്കുന്നില്ല. പിറ്റേ ദിവസം എന്ത് ചെയ്യാണ്? പിറ്റേ ദിവസം പോലീസിൻ്റെ അടുത്ത് അനുമതി തേടിയപ്പോൾ പോലീസ് തന്നെ ബസ് സ്റ്റാൻഡ് വരെ വന്ന് പോകണം എന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് കിടക്കരുത്. അങ്ങനെ പോലീസ് അവിടെ ഒരു അതിർത്തി വെച്ചു, ഒരു ബോർഡർ വെച്ചു. അവിടേക്കാണ് ഈ പ്രകടനം നടത്തുന്നത്. എന്നാൽ ആ പരിധി പോലീസ് തന്നെ അനുവദിച്ച ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് പറയുകയാണ്, 19ഓളം ഗുണ്ടകൾ അവിടെ ഉണ്ട് നിങ്ങൾ ആക്രമിക്കാൻ, അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം. ഗുണ്ടകൾ അവിടെ ഉണ്ടെങ്കിൽ ഗുണ്ടകളെയല്ലേ പോലീസ് പിരിച്ചുവിടേണ്ടത്, അല്ലാതെ ഈ കുട്ടികളെയാണോ? എവിടെയും കേട്ടുകേൾവില്ലാത്തതാണ്. ആ സന്ദർഭത്തിലാണ് അവിടുത്തെ MP കൂടിയായ ഷാഫി അവിടെ വന്നിറങ്ങുന്നത്. അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും ഉണ്ട്. ഷാഫി വന്ന് എന്താ പറയുന്നത്? നമ്മൾ പോലീസ് പറയുന്നത് കേൾക്കണം, എല്ലാവരും പോലീസ് പറഞ്ഞത് അനുസരിക്കണം. നമുക്ക് വളരെ വിജയമുള്ളൊരു ദിവസമാണ്. അവരാകട്ടെ പരാജയ ഭീതിയിൽ അവരാകെ വെപ്രാളത്തിലാണ്. അവർക്ക് എന്തു ആകാം. അതുകൊണ്ട് പ്രവർത്തകരെ വളരെ സമാധാനപരമായിട്ടാണ് ഷാഫി കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഒരു സംഘർഷം CPMുമായി ഉണ്ടായിട്ടില്ല. CPMകാരും ഈ കുട്ടികളും തമ്മിൽ നേർക്ക് നേർ വന്നിട്ടേ ഇല്ല. അതാ പഠിക്കണ്ടേ. ഇതൊരു CPM സംഘർഷമല്ല. ഇത് ഷാഫി വന്ന് ഇറങ്ങിയോടുകൂടി പോലീസിന്റെ സ്വഭാവമായിട്ട് മാറുകയാണ്. മാറിയിട്ട് എന്ത് ചെയ്യാണ്? തല്ലുകയാണ്. നമ്മൾ ആ രംഗം നമ്മൾ കണ്ടതാണ് അല്ലേ? നമ്മൾ കണ്ടതല്ലേ? തലക്കടിക്കുന്നു, മൂക്കിനടിക്കുന്നു, മൂക്കിന്റെ പാലം പോകുന്നു. അപ്പുറത്തൊരു ലീഗ് പ്രവർത്തകരെ, എന്താണ് ആ ലീഗ് പ്രവർത്തനം ചെയ്തത്? അതിഭീകരമായിട്ടാണ് മർദ്ദിച്ചത്. അഭിലാഷ്, ആ കുട്ടിയുടെ മുഖം ഒന്ന് കാണണം. അതിന്റെ മുഖഭാഗത്തുള്ള സർവ്വ എല്ലുകളും തകർന്നു. ഒരു കണ്ണ് പരിപൂർണമായി കാഴ്ച നശിച്ചു. തുടയിൽ നിന്ന് എല്ലെടുത്തിട്ടാണ്, കാലിൽ നിന്ന് എല്ലെടുത്തിട്ടാണ് ഈ പ്ലാസ്റ്റിക് സർജറി മര്യാദ പിടിപ്പിച്ചു കൊടുക്കുക. എപ്പോഴും നിങ്ങൾ ആലോചിക്കൂ, എന്താ ഈ സംഭവം? ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മുടെ SP എന്താ പറഞ്ഞു? SP പറഞ്ഞത് വളരെ കൃത്യമായി പറഞ്ഞു, അവിടെ ലാത്തി ചാർജേ നടന്നിട്ടില്ല, ഒരു ലാത്തി ചാർജ് നടന്നിട്ടില്ല. ഉണ്ടെങ്കിൽ ദൃശ്യം പുറത്തു വിടുന്ന പറഞ്ഞു. വെല്ലുവിളി നടത്തി, ദൃശ്യം കൊടുത്തു. ടൈമറുള്ള ക്യാമറയിൽ പിടിച്ച ദൃശ്യങ്ങൾ കൊടുത്തു. ദൃശ്യം കൊടുത്തപ്പോൾ പിന്നെ മറുപടിയില്ല. പിന്നെ ഒരു RSSന്റെ വേദിയിൽ ഈ SP പോവുക. എന്നിട്ട് അവിടെ നിന്നാ പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വിറ്റിട്ടുണ്ട്, പോലീസിലെ ചിലർ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ആലോചിക്കണം നിങ്ങൾ. അപ്പൊ SP തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ശരി. പിന്നെ ആ ദൃശ്യങ്ങളിൽ നിന്നുള്ള ആള് ഇതുവരെ ഷാഫിയുടെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഷാഫി എന്ന ഒരു പാർലമെന്റ് മെമ്പർക്ക് ആരോ ആകട്ടെ, അദ്ദേഹത്തിന് ഒരു മർദ്ദനമേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് മൊഴിയെടുക്കാനെങ്കിലും വരണ്ടേ? എത്ര ദിവസം ഈ നിമിഷം വരെ മൊഴിയെടുക്കാൻ വന്നിട്ടില്ല. അപ്പുറത്തുള്ള കുട്ടീൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഇത് എന്തൊരു പോലീസ് സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ. ഇനിയിപ്പം സനോജിന്റെ വർത്താന പ്രകാരം അവിടെ ലാത്തിചാർജ് നടന്നിട്ടില്ല. ഈ 2 ജിഷ്ണു പോലീസുകാരും വന്നിട്ടില്ല, ഡേവിഡും വന്നിട്ടില്ല, നബിന് ഷാഫിയും വന്നിട്ടില്ല. അതും കൂടിയാണ് പറഞ്ഞാളേ. ഇതൊക്കെ നമ്മൾ കാണുന്നല്ലേ? അല്ലെങ്കിൽ സ്ഥിരം പറയണ ജമാഅത്ത് ഇസ്ലാമി നുഴഞ്ഞു കയറി ഇത് പറയും. എന്തൊരു ലാഘവത്തിലെ സനോജ് ഈ വിഷയമൊക്കെ കൈകാര്യം ചെയ്യും. നമ്മളെ പോലീസിനെ ഈ കോലത്തിലാക്കി കഴിഞ്ഞാൽ, മുമ്പ് ഒരു മുൻ MP-യെ ഗുജറാത്തിൽ തീയിട്ട് കൊന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സനോജും ഞാനും ഒക്കെ അന്ന് എന്താ ചർച്ചയിൽ പറഞ്ഞത്? ഒരു മുൻ പാർലമെന്റ് അംഗത്തിനെ കൊന്ന നടപടിയുമായി ബന്ധപ്പെട്ട് ഈ ഫാസിസത്തിന്റെ ഈ ആ ക്രൂരതകളെ നമ്മളും നിങ്ങളെ പാർട്ടിയും നമ്മളെ പാർട്ടിയൊക്കെ ഒരുപോലെ പറഞ്ഞത്.
ഇതൊരു എന്താ പറയുക, ഒരു സ്റ്റിൽ MP, നിലവിലുള്ള ഒരു MP ആണ് ഈ ചെയ്യുന്നത്. ഇന്ന് അതിന് കാരണം വളരെ വ്യക്തമാണ്. ഇന്ന് CPM ജയിച്ച ഏത് മണ്ഡലത്തിലും ഈ ഷാഫിയെ കൊണ്ടുപോയി നിർത്തിയാൽ അവിടെ അട്ടിമറി. ശരി, അത്തരം രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് എന്തുകൊണ്ട് ഷാഫിയോട് ഭയം തന്നെയാണ്. ശരി, ഓക്കെ, അതാണ് ആരോപണം.